കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ വലിയ ആഘോഷത്തോടെയാണ് ചിത്രത്തെ ആരാധകർ സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് കൊച്ചിയിൽ സിനിമ തുടങ്ങും മുൻപത്തെ ആരാധകരുടെ പ്രതികരണം കേൾക്കാം. പ്രതീക്ഷയാണ്, പക്ഷെ നമ്മൾ അധികം പ്രതീക്ഷകൾ വെക്കാണ്ട് ഓടിയാനായിട്ട് പടം മൊത്തം കണ്ട ശേഷം നമുക്ക് നോക്കാം. വൻ പ്രതീക്ഷ വെച്ചിട്ടോ ഇങ്ങനെയായിരിക്കും, പ്രതീക്ഷകളൊന്നുമില്ല, പടം കാണാം എന്നാണ് മെയിൻ സംഭവം. എങ്ങനെ ഉണ്ടാവുന്നത് കണ്ടു നോക്കിയിട്ട് പറയാം, അതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് അതിനൊപ്പം തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പടത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ബാക്ക്ഡ്രോപ്പ്, DOP, മ്യൂസിക്, പിന്നെ ട്രെയിലർ ടീസറൊക്കെ ഒരു പ്രതീക്ഷ തരുന്നുണ്ട്. പക്ഷേ ട്രെയിലർ ടീസറല്ലോ പടം മൊത്തം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീർച്ചയായും മോഹൻലാൽ ഒരു തിരിച്ചുവരവ് തന്നെയാണെന്നാണ് പ്രതീക്ഷ. ഇപ്പോ നേരിന് ശേഷം ഇതും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. മോഹൻലാല് നമ്മൾ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കാം. ഒട്ടും നിരാശപ്പെടുത്തില്ലാത്ത പ്രതീക്ഷ തന്നെയുണ്ട്. പിന്നെ റിവ്യൂ കണ്ട് സിനിമ കാണാൻ താല്പര്യം. പിന്നെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വന്നത്, നമുക്ക് ഫസ്റ്റ് ആദ്യമേ കാണണം. പിന്നെ കൊറോണയ്ക്ക് ശേഷം വെയിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയ്ക്ക് കുറവൊന്നുമില്ല. ബാക്കിയെല്ലാം പടം കണ്ടറിയാം. ഞങ്ങളെല്ലാം ഈ പടമൊക്കെ ആദ്യം തന്നെ ഒറ്റ മൈൻഡിൽ കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്തായാലും ഞങ്ങളെ നിരാശപ്പെടുത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രതീക്ഷ അങ്ങനൊന്നുമില്ല. കാരണം നമ്മൾ പ്രതീക്ഷിച്ച് നമുക്ക് നിരാശപ്പെടാൻ താല്പര്യമില്ല. പ്രതീക്ഷയില്ലാതെ വന്ന് അടിപൊളിയായിട്ട് ഇറങ്ങാനുള്ള ആകാംക്ഷ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ശരി, എന്തായാലും ഷോ തുടങ്ങിയിട്ടുണ്ട്. നവമി നമുക്കൊപ്പം തത്സമയം ചേരുന്നു. നവമി, വലിയ പ്രതീക്ഷയോടെ എത്തിയവരുണ്ട്, പ്രതീക്ഷയൊന്നുമില്ലാതെ സിനിമ എങ്ങനെയാണോ അങ്ങനെ കാണാൻ എത്തിയവരുണ്ട്. എന്തായാലും എത്രത്തോളം ആവേശത്തിലാണ് സിനിമ ആരാധകർ, മോഹൻലാൽ ആരാധകർ? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. സിനിമ തുടങ്ങി അരമണിക്കൂർ പിന്നിടുമ്പോൾ തിയേറ്ററിനുള്ളിൽ നിന്നും വലിയ കയ്യടികളും ആർപ്പുവിളികളും ഒക്കെ കേൾക്കാം. എന്തായാലും പ്രേക്ഷകരുടെ പ്രതീക്ഷ നശിപ്പിച്ചില്ല എന്ന് തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ശബ്ദത്തിൽ നിന്ന് മനസ്സിലാകാം. പക്ഷെ അത് എത്രത്തോളം ശരിയാകും എന്നറിയില്ല. കാരണം ഇനിയുണ്ട് 2.25 മണിക്കൂറാണ് സിനിമ. എന്തായാലും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ പ്രേക്ഷകർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ നമ്മളും കാത്തിരിക്കുകയാണ്. അങ്ങനെ മലൈക്കോട്ടെ വാലിബനായി മോഹൻലാൽ കേരളത്തിലെ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. എന്തായിരിക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ പൂർണ്ണമായും പുലർത്താൻ ഈ സിനിമ കഴിഞ്ഞു എന്നാണ് ഇനി നമ്മൾ എല്ലാവരും നോക്കിക്കാണുന്നത്. ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ തിയേറ്ററിൽ മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയ്ക്ക് വലിയൊരു വിസ്മയം തന്നെയായിരിക്കും നൽകുക എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് പുലർച്ചെ 6:30 വന്ന് സിനിമ കാണാനുള്ള തീരുമാനത്തിലേക്ക് ഓരോ പ്രേക്ഷകരും എത്തിയതും. എന്തായാലും ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലൊരു സിനിമ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗെറ്റപ്പ്, ഇത്തരത്തിലുള്ള ഒരു രംഗങ്ങൾ, ഇത്തരത്തിലുള്ളൊരു സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയും കൂട്ടുകാരും. ആ പ്രതീക്ഷ തന്നെ പുലർത്തുമോ എന്നാണ് നമ്മളെല്ലാവരും നോക്കിക്കാണുന്നത്. ഒരു അമർചിത്ര കഥയെ സിനിമാറ്റിക് രീതിയിലാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി മലൈക്കോട്ടെ വാലിബനിലൂടെ പ്രേക്ഷകരിൽ മുന്നിലേക്ക് എത്തിക്കുന്നത്. മലയാളത്തിൽ മാത്രമല്ല, കന്നഡയിലും ഹിന്ദിയിലും തമിഴിലും അടക്കം ഡബ്ബ് ചെയ്ത് ഇന്ന് തന്നെ തിയേറ്ററുകളിൽ സിനിമ എത്തുന്നുണ്ട്. എന്തായാലും മോഹൻലാലിന്റെ ഒരു വലിയ ഒരു തിരിച്ചുവരവ് തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെ ആകട്ടെ. കാരണം നേരത്തിന് ശേഷം, ഒരിടവേളയ്ക്ക് ശേഷം, വലിയ അതായത് തകർച്ച, സിനിമയിലെ വലിയൊരു ഫെയിലുവറിന് ശേഷം നേരത്തിലൂടെ മോഹൻലാൽ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്ന് ആരാധകർ ഒന്നടങ്കം പറഞ്ഞു. അതിലേറെ പ്രതീക്ഷയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇതിന്റെ ഫസ്റ്റ് പോസ്റ്റർ കാണുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിലർ കാണുമ്പോഴൊക്കെ നമ്മുടെ പഴയ മോഹൻലാലിനെ, അല്ലെങ്കിൽ പുതിയൊരു മോഹൻലാലിനെയാണ് ഈ സിനിമയിലൂടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ എത്തിയത്. അതോടൊപ്പം തന്നെ ചിലർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം ഇത്തരത്തിൽ വലിയ കൊട്ടിഘോഷിച്ച് ഒരു സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ അത് വലിയൊരു നടന്റെ ആകാം, അല്ലെങ്കിൽ വലിയൊരു സംവിധായകന്റെ ആവാം. ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ കോടികൾ മുടക്കിയ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ വേണ്ട രീതിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ ആരാധകർക്ക് അതൊരു നിരാശയായിരിക്കും സമ്മാനിക്കുക. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതീക്ഷകളൊന്നുമില്ല. ഒരു സിനിമ കാണുന്നു, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഒരു സിനിമ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരു സിനിമ എന്ന രീതിയിൽ മാത്രം കാണാൻ വന്നവരുമുണ്ട്. പക്ഷെ അവരെന്താണ് ഈ സിനിമ കഴിഞ്ഞ് പറയുക എന്നാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമയുടെ പ്രിവ്യൂ കണ്ടിറങ്ങിയവരൊക്കെ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മോഹൻലാൽ, അല്ലെങ്കിൽ വളരെ വൈകാരികമായ ബന്ധങ്ങളുടെയൊക്കെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്തായാലും സിനിമ കഴിഞ്ഞ് പ്രേക്ഷകർ ഇറങ്ങട്ടെ, നമുക്ക് അവരോട് തന്നെ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം. ഈ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രങ്ങൾ, ജല്ലിക്കെട്ട് മുതൽ നൻപകൽ നേരത്ത് മയക്കം വരെ നോക്കുമ്പോൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു പിടി നല്ല സിനിമ
സിനിമകൾ അതും ട്രീറ്റ് ചെയ്ത രീതിയാണ് എപ്പോഴും വ്യത്യസ്തമാകുന്നത്. നൻപകൽ നേരത്തെ മയക്കത്തിലെ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടതാണ്, അഭിനന്ദിച്ചതാണ്. ആമേനിലെ ഫഹദ് ഫാസിലിനെ ആയിക്കോട്ടെ, ജല്ലിക്കെട്ട്, ഈമയ്യവും അതുപോലെയുള്ള ചുരുളി, വലിയൊരു വിവാദം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ചുരുളി. പക്ഷെ ഇതെല്ലാം ട്രീറ്റ് ചെയ്ത രീതി, അതൊക്കെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിച്ച, അവരെല്ലാം ആസ്വദിച്ച രീതി തന്നെയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നൊരു സംവിധായകനെ വേറിട്ടതാക്കുന്നത്. ആ ഒരു പേര് തന്നെയായിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ വാലിബനിലും പ്രേക്ഷകർ കരുതി വെച്ചിരിക്കുന്നത്. അത് എത്രത്തോളം നീതി പുലർത്താനായി, ആ ഒരു പ്രതീക്ഷ എത്രത്തോളം നിലനിർത്താനായി എന്നാണ് ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. മോഹൻലാലിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവ് ആയിരിക്കട്ടെ ഈ ഒരു സിനിമ എന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ചിത്രത്തെക്കുറിച്ച് മറ്റ് ചില കഥാപാത്രങ്ങൾ, ഈ സിനിമയിലെത്തിയ മറാത്തി നടി സൊനാലി കുൽക്കർണിയാണ് മറ്റൊരു ഹൈലൈറ്റ് ഈ സിനിമയുടെ. അതോടൊപ്പം തന്നെ ഹരീഷ് പേരടിയും മനോജും കഥാനന്ദിനിയും ഡാനിഷ് സെയ്ത്തും മണികണ്ഠൻ ആചാര്യയും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം. അവരുടെയൊക്കെ പെർഫോമൻസ് ഏത് വിധത്തിലാണ്, അവരുടെയൊക്കെ കരിയറിൽ വലിയൊരു എന്താ പറയുക, വലിയൊരു, അവരൊക്കെ ഈ ഇന്റർവ്യൂകൾക്കിടയിലൊക്കെ പറയുന്നത് അവരുടെയൊക്കെ കരിയറിലെ ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്നാണ് അവർ വിലയിരുത്തുന്നത്. അങ്ങനെ തന്നെയാണ്, ആ ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് പ്രേക്ഷകർ ഇവിടെ എത്തിയത്. എന്തായാലും സിനിമ തുടങ്ങി അരമണിക്കൂർ, കൃത്യം 6:30 തന്നെ സിനിമ തുടങ്ങി. കേരളത്തിൽ 650ഓളം തിയേറ്ററുകളിലാണ് സിനിമ ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ വിനീത തിയേറ്ററിന് മുന്നിലാണ്. ഇവിടെ 4 സ്ക്രീനുകളിലും മലൈക്കോട്ടെ വാലിബൻ തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ അരമണിക്കൂർ പിന്നിടുന്നു. തിയേറ്ററിനുള്ളിൽ നിന്നുള്ള കയ്യടികളൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് സിനിമയ്ക്ക് നൽകുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ ആണ്, അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാൻസ് അല്ലെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഫാൻസ് ആയിരിക്കും ഈ സിനിമ കാണാൻ എത്തുന്നത്. അവരുടെ റിവ്യൂവിൽ നിന്നും സിനിമയുടെ ഒരു റിവ്യൂ ആയി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്നാലും വരും ദിവസങ്ങളിലും വരും സമയങ്ങളിലും അടുത്തുള്ള ഷോകളിലൊക്കെ കൃത്യമായി നമുക്ക് സിനിമയെ പറ്റിയുള്ളൊരു റിവ്യൂ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. അശ്വതി, ശരി. അതോടൊപ്പം ഒരു കാര്യം കൂടി, അശ്വതി സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും പോയി കാണും. നവമി പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്കൊരു വ്യത്യാസം തോന്നിയത്, എല്ലാ തിയേറ്ററുകളിലും മോഹൻലാലിൻ്റെ സിനിമ തുടങ്ങുമ്പോൾ ഈ ഫാൻസ് ഷോയാണ് ആദ്യം. അപ്പോൾ ഈ ഫാൻ ഷോയിൽ ഇപ്പോൾ വന്നവരെ പോലെ അല്ല അവിടെ നിന്ന് പ്രതികരണം നമുക്ക് നേരത്തെ ഉണ്ടായെന്നുള്ളത്. നമ്മൾ ചോദിച്ചവരെല്ലാവരും സംസാരിച്ചത് വളരെ ഗൗരവത്തോടെ സിനിമയെ കാണുന്ന ആളുകൾ എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. വലിയ ആവേശമൊന്നുമില്ലാതെ, ഞങ്ങളൊരു സിനിമ കാണാമെന്ന് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കുന്നില്ല, കാണട്ടെ ആദ്യം സിനിമ എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് അതൊരു ഫാൻ ഷോ തന്നെയാണോ, അവരുടെ പ്രതികരണമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നവമി അവിടെ തന്നെ തുടരുമെന്നറിയാം. അവരിറങ്ങുമ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളത്. എല്ലാം, തിരക്കഥയാണെങ്കിലും ക്യാമറയാണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം, സംവിധാനമാണെങ്കിലും എല്ലാം ഒന്നിനൊന്നും മെച്ചമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രതീക്ഷിക്കാം അവരെന്താണ് പറയുന്നതെന്ന്. നോക്കാം, നവമിയിലേക്ക് വരാം. ഇനി നമ്മൾ പാലക്കാട് നിന്നും എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. പാലക്കാടും വലിയ സ്വീകരണമാണ് വാലിബന് ഒരുക്കിയിരുന്നത്. മോഹൻലാലിന്റെ ശക്തമായ തിരിച്ചുവരവ് ആഘോഷിക്കാൻ തന്നെ ഒരുങ്ങുകയാണ് ഇവിടെ ഫാൻസ്. കാരണം മലൈക്കോട്ടെ വാലിബൻ, നമുക്കറിയാം ഒരു വർഷത്തോളമായി ഈ സിനിമ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ആളുകൾ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ടീസറും അതുപോലെ തന്നെ ട്രെയിലറും എല്ലാം പുറത്തിറങ്ങിയപ്പോൾ വലിയ തോതിൽ തന്നെ ആളുകളുടെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. ഇത് തന്നെയാണ് തിയേറ്ററിലും അലയടിക്കുന്നത്. 6:30 ഷോയാണ്. 6:30 ഫാൻസിന് വേണ്ടി പ്രത്യേക ഷോ പാലക്കാടും അതുപോലെ തന്നെ മറ്റുള്ള കൊച്ചിയിലും തിരുവനന്തപുരത്തും എല്ലാം തന്നെ ആയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ 5 മണിയോട് കൂടി തന്നെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. സിനിമയെ വളരെ ആവേശത്തോടു കൂടി നെഞ്ചേറ്റാൻ ഒരുക്കത്തിലാണ്. കാരണം മോഹൻലാലിൻ്റെ ഏറ്റവും ശക്തമായ തിരിച്ചുവരവിനൊപ്പം തന്നെ മലയാളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്ത ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു മേക്കിംഗ് രീതി അങ്ങനെയാണ്. നമുക്കറിയാം ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ പുറത്തു വന്ന സിനിമകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ തന്നെ മാത്രമല്ല മോഹൻലാലിൻ്റെയും അതുപോലെ തന്നെ പ്രമുഖ നടീനടന്മാർ എല്ലാം തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. രാജസ്ഥാനിലും പോണ്ടിച്ചേരിയിലും അതുപോലെ തന്നെ ചെന്നൈയിലും ഉൾപ്പെടെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ. കേരളത്തിലൊന്നും തന്നെ ഇത് ചിത്രീകരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏതായാലും സിനിമ വലിയ ആവേശം തന്നെ അലയടിക്കുന്നുണ്ട് തിയേറ്ററുകളിലെല്ലാം തന്നെ. എന്തായാലും ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ സിനിമ എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടി വരും. കോഴിക്കോട്ടേക്ക് മലൈക്കോട്ടെ വാലിബൻ എത്തിയപ്പോൾ അവിടുത്തെ ഒരു ആവേശം എങ്ങനെയാണെന്ന് കാണാം. എം എസ് സനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്.
ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകരെ, സിനിമ ആരാധകരെ ആവേശത്തിലാക്കി മലയൻകോട്ടെ വാലിബൻ ഇന്നു മുതൽ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ആഘോഷ ലഹരിയിൽ തന്നെയാണ് കേരളത്തിലെ മിക്ക തിയേറ്ററുകളും. കോഴിക്കോടും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. മോഹൻലാലിനോടൊപ്പം മലയാളത്തിലെ ഏറ്റവും ബീച്ച് സംവിധായകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരി കൂടി എത്തുമ്പോൾ ആവേശം വാനോളം എത്തുകയാണ്. വലിയ ആഘോഷ കാഴ്ചകളാണ് പല തിയേറ്ററുകളിലും കാണികൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊപ്പം എന്തായാലും കോഴിക്കോട്ടെ കാണികളുണ്ട്, കോഴിക്കോട്ടെ മോഹൻലാൽ ആരാധകരുണ്ട്. അവരോട് തന്നെ ചോദിക്കാം, എത്ര വലിയ ആവേശത്തിലേക്കാണ് മലക്കോട്ടെ വാലിബൻ നിങ്ങൾ? എത്ര വലിയ ആവേശമാണ് മലക്കോട്ടെ വാലിബന് ഇറങ്ങുമ്പോൾ ഉള്ളത്? എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ ഷൂട്ടിംഗ് തുടങ്ങിയ പടമാണ്. നമ്മൾ വളരെ ആവേശത്തിലാണ് ആരാധകരും നാട്ടുകാരും എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക്. കാരണം ലാലേട്ടനും ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂടെ ഒന്നിച്ച് വരിക എന്ന് പറയുമ്പോൾ അതൊരു പറഞ്ഞതാണ്, പ്രതിഭയും പ്രതിഭാസവും ചേരുന്ന ഒരു മഹാ അത്ഭുതമാണെന്ന്. ആ അത്ഭുതത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഒരു ഉത്സവം തന്നെയാണ്. ഇപ്പൊ നിങ്ങളിവിടെ കണ്ടല്ലോ, ഇത്രയും വലിയൊരു ഇതും എല്ലാവരും ഇത്രയും നേരത്തെ എത്തിയതും വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാല് നമ്മളെ എന്താ പറയാ, നമ്മളാ ഒരു വർഷത്തിലുണ്ടാകുന്ന ഉത്സവം പോലെ ഒരു വലിയ ഉത്സവം മാറ്റിയിട്ട് എന്താ പറയാ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വെക്കുന്നത്. വലിയ സിനിമകൾ മലയാളത്തിലില്ല എന്നായിരുന്നു. RRR പോലെ, ബാഹുബലി പോലുള്ള പടങ്ങൾ മറ്റു ഭാഷകളിൽ വരുമ്പോൾ കേരളത്തിന് വലിയ പടങ്ങൾ വരുന്നില്ല എന്നാണ്. കേരളത്തിൽ ഒരുപാട് നാളുകൂടിയായിരിക്കും ഇത്രയും വലിയൊരു പടം വരുന്നത്. വലിയ പടം മാത്രമല്ല, ലാൽ സാർ ഇത്രയും വലിയൊരു പടം വരുമ്പോ ഈ ബാഹുബലി KGF പോലുള്ള സിനിമകൾ അന്യഭാഷയെന്ന് വരുമ്പോ മലയാളത്തിൽ ഇത്ര സിനിമകൾ കൊണ്ടുവരാൻ ലാൽ സാർ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഈ കാണുന്ന ആൾക്കൂട്ടവും ഇതോ ഈ 6 മണി റിലീസും ഒക്കെ അന്യഭാഷ ചിത്രങ്ങളെക്കാൾ കൂടുതൽ മലയാളികളും ലാലേട്ടനും വന്നാലും സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഇതോടുകൂടി മനസ്സിലായി. കാരണം അത്രയും ഒരു ആവേശത്തിലാണ് നാട്ടുകാരും ഫാൻസുകാരും. നമ്മളൊരു ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം നിമിഷ നേരം കൊണ്ട് ഇപ്പം നമ്മൾ സിനിമയിലേക്ക് കടക്കും. ഒരു വലിയ ആഘോഷം, ഈ റിലീസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആഘോഷം ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. എന്താണ് പ്രതീക്ഷ? മലയൻകോട്ടെ വാലിബനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? വലിയൊരു വിജയം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇപ്പൊ ലാലേട്ടനോടുള്ള മലയാളികളുടെ സ്നേഹമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം, മലയാളത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ചേർത്ത് വെക്കാവുന്ന വലിയൊരു വിജയം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കും. എന്താണ് സ്കൂൾ യൂണിഫോമിലൊക്കെ തന്നെ രാവിലെ സിനിമയ്ക്ക് പോകുന്നു? ഇത് കഴിഞ്ഞ് നേരെ പടത്തിന് പോകാനാണോ? വലിയ മോഹൻലാൽ ആരാധകരാണോ? സിനിമ ജയിക്കുമെന്നാണോ കരുതുന്നത്? എന്താണ് വലിയ മോഹൻലാൽ ആരാധകരാണോ? എന്താണ് ഇത് കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് പോകുന്നത്? എന്താണ് ഇപ്പൊ രാവിലെ തന്നെ ഇത് വന്ന് കാണാനുള്ള കാരണം എന്താണ്? താല്പര്യമാണ് കാണാൻ. ആദ്യത്തെ ഷോയ്ക്ക് തന്നെ രണ്ടുപേരും വന്ന് കാണുക, ഇതിന് ശേഷം സ്കൂളിൽ പോകുക, അതാണോ? അങ്ങനെ വെച്ചിട്ട് വന്നതാണ്, കാണാൻ വേണ്ടിട്ട് അങ്ങനെ കണ്ടിട്ട് പോവാന്നുള്ള രീതിയിൽ വന്നതാണ്. എവിടെ സ്ഥലം എവിടെയാണ്? ഞങ്ങള് തിരൂര്. അവിടെ നിങ്ങൾ വന്നാണ് ഫാൻ ഷോ കാണാൻ വേണ്ടി മാത്രം? എല്ലാ സിനിമകളും മോഹൻലാൽ കാണലൊക്കെ ഉണ്ട്. ഇതിങ്ങനെ പോസ്റ്ററൊക്കെ കണ്ടപ്പോ കാണാൻ താല്പര്യം തോന്നിട്ട് വന്നത്. എന്തായാലും സ്കൂളിൽ പോകാനുള്ളതാണ്. തിരൂരിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ രാവിലെ തന്നെ ഇവിടെ എത്തി യൂണിഫോമിൽ തന്നെ തിയേറ്ററിൽ എത്തുക, ഇതിനുശേഷം സിനിമ കണ്ട ശേഷം സ്കൂളിലേക്ക് പോകാം എന്നൊരു കണക്കൂട്ടിലാണ് ഇവർ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ജയ് മോഹൻലാൽ? സൂപ്പർ, അടിപൊളിയായിരിക്കും. വല്ലാത്ത കോംബോ ആണല്ലേ ഈ മോഹൻലാലിനൊപ്പം ലിജോ ജോസ്? സൂപ്പർ ആയിരിക്കും. അടുത്ത വീണ്ടും പടങ്ങൾ വരട്ടെ മോഹൻലാൽ. എന്തായാലും ആരാധകർ വലിയ ആവേശത്തിലാണ്. ഒരുപാട് നാൾ കൂടിയാണ് ഇത്തരമൊരു മാസ് പടവുമായി മോഹൻലാൽ എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മോഹൻലാലിന്റെ കാര്യമായ സിനിമകൾ തിയേറ്ററുകളിൽ റിലീസ് അല്ലാതിരുന്നു എന്നൊരു ഇതുണ്ടായിരുന്നു. തിയേറ്ററിലെ സിനിമ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവരും തിയേറ്ററിനുള്ളിലേക്ക് പോകുന്ന രംഗമാണ് കാണുന്നത്. സിനിമയ്ക്ക് കയറിയതിന്റെ ഇരട്ടി ആളുകൾ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എല്ലാവർക്കും മലയാളത്തിലെ തന്നെ ഏറ്റവും റയറായ അല്ലെങ്കിൽ അപൂർവമായ ഒരു കൂട്ടുകെട്ടാണ് മോഹൻലാലും ലിജോ ജോസ് പെല്ലിശ്ശേരിയും. തുടക്ക ചിത്രം മുതൽ വലിയ തരംഗങ്ങൾ ചേർത്ത അല്ലെങ്കിൽ മികച്ച ഗുണനിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിച്ച സംവിധാനം ചെയ്ത സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി. ആ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും കൂടി ചേരുമ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? വലിയൊരു സംഭവമായിരിക്കും പടം. ലാലേട്ടന്റെ ഒരു മാരക മാസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലൊരു പടം ആവട്ടെ, നല്ലൊരു സംഭവം ആവട്ടെ. ഇത് കേരളം കണ്ട ഏറ്റവും വലിയൊരു സിനിമ ആവട്ടെ. 100 കോടിയൊന്നും അല്ലായിരിക്കും. കോടികളുടെ
കണക്കല്ല. ഞങ്ങൾക്ക് നല്ലൊരു ലാലേട്ടന്റെ നല്ലൊരു മൂവിയാണ് ഞങ്ങൾക്ക് ആവശ്യം. കോടികൾ എത്രയെങ്കിലും ആവട്ടെ, കോടികൾക്കപ്പുറമുള്ള കോടികൾ എത്തട്ടെ. ഓക്കെ, ഒരുപാട് നാൾ ആയി കാത്തിരിക്കുന്നതാണ് മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനും. കാരണം ഇപ്പം കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സിനിമ എടുക്കുന്ന ആള് ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയായിരിക്കും. ആ ഒരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. നല്ല ലിജോ ജോസ് പല്ലിശ്ശേരിനെ കുറിച്ചൊന്നും പറയാൻ നമ്മളാരുമല്ല. അപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരി, ലാലേട്ടനെ പറ്റി അറിയാത്തവർ കേരളത്തിൽ ആരുമില്ല. അപ്പോൾ നല്ല സംഭവമാവട്ടെ, നല്ല രീതിയിലുള്ള സിനിമയാവട്ടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ഫാൻസുകാരും നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊരു സംഭവമാവട്ടെ. മലക്കോട്ടെ വാലിബൻ ഒരു വലിയ സംഭവം തന്നെയാണ് പ്രതീക്ഷ. മുന്നിൽ നമുക്ക് ഒരുപാട് ഒടിയനും മരക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇത് തകർത്തടിക്കുന്നതാണ് നമ്മളൊരു മനസ്സിലുള്ള എല്ലാ പ്രതീക്ഷകളും അതാണ്. ഇനി എങ്ങനെ വന്നാലും ബോണസ്, അത്രേ ഉള്ളൂ. ലാലേട്ടന്റെ സിനിമ ആയതുകൊണ്ട് ഫസ്റ്റ് ഷോ കണ്ടിരിക്കും, അത്രമാത്രം. എന്തായാലും എങ്ങനെ വന്നാലും ബോണസ് ആണ്. സ്ക്രീനിൽ ഈ ഇത്ര നേരം മോഹൻലാലിനെ കണ്ടിരിക്കാൻ തന്നെ ആവേശകരമാണ് ആയ അനുഭവമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വെളുപ്പിന് തന്നെ കോഴിക്കോടും ഷോ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും കോടികളുടെയും ലക്ഷങ്ങളുടെയും കണക്കുകളൊക്കെ ഇനിയും ഒന്നുമല്ലാതാവും എന്നാണ് ഈ പ്രേക്ഷകർ പറയുന്നത്. ശരി, മലൈക്കോട്ടെ വാലിബനെ എന്തായാലും ആദ്യ മണിക്കൂറുകൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഫാൻ ഷോ 6:30 തുടങ്ങിയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ എത്താം. ഇപ്പോൾ കണ്ടത് കോഴിക്കോട് നിന്നും MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രഭാത കേരളം തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള UDF ഉഭയകക്ഷി ചർച്ചകൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ദിനം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിട്ടാണ് കൂടിക്കാഴ്ച. കോട്ടയം സീറ്റിനു വേണ്ടി കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. 29-ന് മുസ്ലിം ലീഗ്, 30-ന് RSP, കേരള കോൺഗ്രസ് ജേക്കബ്, 31-ന് കേരള ഡെമോക്രാറ്റിക് പാർട്ടി, JSS, ഫെബ്രുവരി 1-ന് CMP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ സഭാ നടപടികൾ കഴിഞ്ഞയുടനെ നിശ്ചയിച്ച ദിവസങ്ങളിൽ ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ചകൾ കന്റോൺമെന്റ് ഹൌസിൽ നടക്കും. തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയെത്തുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. പ്രധാനമന്ത്രി വൈകാതെ തിരുവനന്തപുരത്തും പ്രചാരണത്തിനെത്തും. ശശി തരൂരിനായി BJPയുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. BJPയിലേക്ക് വരണോ എന്ന കാര്യത്തിൽ ശശി തരൂരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ശശി തരൂർ BJP ചേരുമോ അല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഞങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹം BJP ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ ആ സമയത്ത് പാർട്ടി അതിനെക്കുറിച്ച് ചിന്തിക്കും, ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും BJPയോടൊപ്പം ചേരുന്നുണ്ട്, ചേർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിലും നിരവധി സമീപകാലത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കണ്ണൂരിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJPയിൽ ചേർന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒഴുക്ക് ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെ അല്ല, ഇനി ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള നേതാക്കന്മാർ, പ്രവർത്തകന്മാർ, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ വാതിലുകൾ തുറന്നിട്ടിരിക്കുക. കാരണം ഞങ്ങൾ പുതിയ ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ ഇന്നേ വ്യക്തി വരുമോ എന്നുള്ള ചോദിച്ചാൽ അത് അദ്ദേഹമാണ് നിലപാട് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹം ശശി തരൂർ BJPയിൽ ചേരാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കേരളത്തിൽ ഒന്നിലധികം സീറ്റുകളിൽ BJP വിജയിക്കുമെന്ന BJP ദേശീയ എക്സിക്യൂട്ടീവ് അംഗം PK കൃഷ്ണദാസ്. ഇടത് വലതു മുന്നണികൾ ഒരുമിച്ച് നിന്നാലും വിജയിക്കാനാകുന്ന വോട്ട് BJPക്ക് ലഭിക്കും. ചില മണ്ഡലങ്ങളിൽ 75,000 വോട്ട് വരെ അധികമായി ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടുവെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഇത്തവണ ഞങ്ങൾക്ക് നല്ല ശുഭപ്രതീക്ഷയാണുള്ളത്. നമ്മുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥികൾ വിജയിക്കാൻ പോകുന്നു. നമ്മുടെ വരുന്ന ലോക്സഭയിൽ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും അവരോധിക്കപ്പെടാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കരങ്ങൾ കരുത്തു പകരാൻ കേരളത്തിൽ നിന്നും NDA പ്രതിനിധികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. അത് കേവലം ആഗ്രഹമോ മോഹങ്ങളോ മാത്രമല്ല, മറിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്, മലയാളിയുടെ മനസ്സും മാറുകയാണ്. ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം, ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളം വേദിയാവാൻ പോകുന്നു. അതായത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ്
ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും സ്വീകരിക്കാൻ പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്പക്ഷമതികളായ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുക. PC ജോർജിന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. പത്തനംതിട്ടയിൽ BJP തന്നെ മത്സരിക്കണോ എന്ന കാര്യത്തിലും ആലോചന നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ ജനപക്ഷം പാർട്ടി ഈ NDAയുടെ ഭാഗമായി മാറാൻ അവരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുടെ ഭാഗമാകാൻ, NDAയുടെ ഭാഗമാകാൻ സന്നദ്ധത അദ്ദേഹം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ PC ജോർജ് എന്നുള്ള രാഷ്ട്രീയ നേതാവിൻ്റെയും അതേ രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ഭാവാത്മകമായിട്ടുള്ള പിന്തുണയും സഹകരണവും ഞങ്ങൾ അതിന് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വവും ഇക്കാര്യത്തെക്കുറിച്ച് അഖിലേന്ത്യാ നേതൃത്വമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തും. അതിനുശേഷം ഈ പാർട്ടി മെമ്പർ തന്നെ ആകണം എന്ന അഭിപ്രായം BJP പങ്കുവച്ചതായി പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആണോ? അല്ല, അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ സംഘടനകത്ത് പല രീതിയിൽ നടക്കുന്നുണ്ട്. BJP ഇപ്പം പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണത് സ്ഥാനാർത്ഥിയുടെ പേരല്ല, മറിച്ച് ഏതെങ്കിലും പുതിയ ഘടകകക്ഷിയാണോ അല്ലെങ്കിൽ BJP തന്നെയാണോ മത്സരിക്കുന്നത്, അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചെറിയ അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു മൂർത്തമായിട്ടുള്ള, ഒരു ക്ലിയറായിട്ടുള്ള, ഒരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇതിൽ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് എല്ലാം പരിശോധിക്കുന്നുണ്ട്, എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ആത്യന്തികമായിട്ടുള്ള അവസാനത്തെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കേരള പോലീസിന്റെ ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർ നിയമനത്തിന് മതിയായ യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നില്ല എന്ന് ആക്ഷേപം. ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും MPhilഉം നേടിയവർ സയന്റിഫിക് ഓഫീസർ തസ്തികയിൽ ഇടം പിടിക്കുമ്പോൾ ഫോറൻസിക് സയൻസ് പഠിച്ച ഉദ്യോഗാർത്ഥികളാണ് പുറത്താകുന്നത്. ഐശ്വര്യാനിലിന്റെ റിപ്പോർട്ട്. ഫോറൻസിക് വിഭാഗം കുറ്റാന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന വിഭാഗമാണ്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന, ചാർജ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കോടതി അംഗീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ നിർണായകമാണ്. പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയ പിന്തുണ നൽകേണ്ട ചുമതലയാണ് ഫോറൻസിക് ഓഫീസർമാരുടേതെന്ന് പറയാം. അതായത് ഒരു കേസിന്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ നിർണായക ദൗത്യം നടത്തേണ്ടവരാണ് ഫോറൻസിക് വിഭാഗത്തിലെ സയന്റിഫിക് ഓഫീസർമാർ. കൃത്യം നടത്തിയെടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്തുക, കൃത്യം നടത്തിയ ആയുധങ്ങളിൽ നിന്ന് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക, സൈബർ കുറ്റങ്ങളാണെങ്കിൽ ഹാർഡ് ഡിസ്കുകളുടെയും മറ്റ് സൈബർ സങ്കേതങ്ങളുടെയും പരിശോധന, അങ്ങനെ സങ്കീർണമായ ചുമതലകൾ നിർവഹിക്കേണ്ടവരാണ് സയന്റിഫിക് ഓഫീസർമാർ. വ്യത്യസ്ത മേഖലകളിൽ ആഴത്തിലുള്ള അവഗാഹം ഈ തൊഴിലിന് നിർബന്ധം. എന്നാൽ ഫോറൻസിക് സയന്റിഫിക് ഓഫീസർമാരുടെ തസ്തികയിൽ ജോലി ചെയ്യാൻ PSC നിഷ്കർഷിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നമുക്കൊന്ന് പരിശോധിക്കാം. 50% കുറയാതെ മാർക്കോടെ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബിരുദാനന്തര ബിരുദം. ഇതേ വിഷയങ്ങളിൽ MPhil ഉള്ളവർക്ക് മുൻഗണന. ഇത്രയും മതി സംസ്ഥാന പോലീസിലെ സയന്റിഫിക് ഫോറൻസിക് ഓഫീസറാകാൻ. വ്യത്യസ്തവും സങ്കീർണവുമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന ഈ കാലത്ത് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അവഗാഹം PSC ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇത്തരം യോഗ്യതയുള്ളവരോ ഇത്തരം കോഴ്സുകളോ ഇല്ലാഞ്ഞിട്ടല്ല. വർഷം തോറും ഫോറൻസിക് സയൻസ് കോഴ്സ് പഠിച്ച് നിരവധി പേർ പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് PSC ഇത് പരിഗണിക്കുന്നില്ല? ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് സർക്കാരാണെന്ന് PSC പറയുന്നു. അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് സർക്കാരും പറയുന്നു. ഓരോ ദിവസവും കുറ്റവാളികൾ ശാസ്ത്രത്തിന്റെ പുതിയ സാധ്യതകൾ തേടുമ്പോൾ അവരെ പിടിച്ചുകെട്ടാൻ, ഇരകൾക്ക് നീതി ഉറപ്പാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരും വൈദഗ്ധ്യമുള്ളവരാകണം. അതുറപ്പാക്കേണ്ടത് PSCയും സർക്കാരുമാണ്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടി വയനാടൻ ജനത. വാകേരി മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. മേപ്പാടി കടൂരിൽ തുടർച്ചയായ 3 ദിവസങ്ങളിൽ നാട്ടുകാർ പുലിയെ കണ്ടു. ഇതിനിടയിൽ 4 ദിവസമായി മാനന്തവാടിയിലെയും പനമരത്തെയും ജനവാസ കേന്ദ്രങ്ങളിൽ തുടരുന്ന കരടി കാട് കയറിയെന്നാണ് വനംവകുപ്പിന്റെ അനുമാനം. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ്
വാഗേരി മൂടക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണമുണ്ടായത്. മൂടക്കൊല്ലിയിലെ ഫാമിലെത്തിയ കടുവ പന്നിയെ കൊന്നു. ഒരു മാസത്തിനിടെ 4 തവണയായി 27 പന്നികളെയാണ് കടുവ കൊന്നത്. ഇതോടെ നാട്ടുകാർ ഇരുളം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. മേപ്പാടി കടൂരിൽ തുടർച്ചയായ 3-ാം ദിവസവും പുലിയിറങ്ങി. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ തേയിലത്തോട്ടത്തിലെ പാറയുടെ മുകളിലായാണ് നാട്ടുകാർ പുലിയെ കണ്ടത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 ദിവസമായി ജനവാസ മേഖലയിൽ തുടരുന്ന കരടിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കഴിഞ്ഞ ദിവസം തരുവണയിലെത്തിയ കരടി ഇന്നലെ പുലർച്ചെയോടെയാണ് പനമരത്തെത്തിയത്. കരടി കാടുകയറിയെന്നാണ് വനംവകുപ്പിന്റെ അനുമാനം. ന്യൂസ് 18 വയനാട്. പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന ഹനുമാൻ കുരങ്ങിനെ പാനൂരിൽ കണ്ടെത്തി. കൈക്ക് പരിക്കേറ്റ അവശനായിരുന്ന കുരങ്ങിനെ റെസ്ക്യൂ ടീം പിടികൂടി. ഇന്ത്യയിൽ പ്രധാനമായും ഗോവ, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ട വനങ്ങളിലാണ് ഹനുമാൻ കുരങ്ങിനെ കണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസമാണ് പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം ഹനുമാൻ കുരങ്ങിനെ അവശനിലയിൽ കണ്ടെത്തിയത്. പരിസരത്തുള്ളവർ വിവരമറിയിച്ചതനുസരിച്ച് കണ്ണവം റെസ്ക്യൂ വാച്ചർ BC ബിജിലേഷ് എത്തി കുരങ്ങിനെ പിടികൂടി. കൈക്ക് മുറിവ് പറ്റിയ കുരങ്ങിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. പരിക്ക് സാരമായതിനാൽ കണ്ണൂർ ജില്ലാ വെറ്റിനറി ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി അയച്ചു. സ്വതവേ കൂട്ടമായി ജീവിക്കുവാനും സഞ്ചരിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് സാധാരണ ഇലകളും ഫലങ്ങളും ചിലതരം പൂക്കളുമാണ് പ്രിയ ഭക്ഷണം. കുരങ്ങെങ്ങനെ ജനവാസ കേന്ദ്രത്തിലെത്തി എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. കൈയുടെ പരിക്ക് ഭേദമായാൽ കുരങ്ങിനെ ആവാസ വ്യവസ്ഥയിലേക്ക് മടക്കി അയക്കും. ന്യൂസ് 18 പാനൂർ. മലപ്പുറം അങ്ങാടിപ്പുറത്ത് മാമാങ്ക ചരിത്ര സ്മാരകമായ ചാവേർത്തറയുടെ സംരക്ഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണത്തിന് തടസ്സമാകുന്നത്. ഒരു നാടിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഈ സ്മാരകവും അനുബന്ധ നിർമ്മാണങ്ങളും പൂർത്തിയാകാതെ കിടക്കുന്നതിൽ നാടിനും തിരുമാന്താംകുന്ന് ദേവസ്വത്തിനും ഏറെ സങ്കടവും നിരാശയുമാണുള്ളത്. സർക്കാർ ഇനിയെങ്കിലും ഇടപെട്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. മാമാങ്കത്തിന്റെ ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിലെ ചാവേർത്തറയ്ക്കരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ചാവേർത്തറയുടെ നവീകരണം 2019-ൽ 2016-ലെ പിണറായി സർക്കാർ ഉദ്ദേശിച്ചതായിരുന്നു. 1.5 കോടി രൂപയായിരുന്നു അതിന് ചെലവ് കണക്കാക്കിയിരുന്നത്. ചാവേർത്തറ നവീകരണം മാത്രമല്ല, ഇവിടേക്കുള്ള റോഡിന്റെ നവീകരണം, അത്തരത്തിൽ പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷേ 1 വർഷം മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. ഇനിയിപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഈ പദ്ധതി. തിരുമാന്താംകുന്ന് ദേവസ്വത്തിന്റെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു, സ്വപ്നമായിരുന്നു ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുക എന്നത്. പക്ഷേ ഇത്ര കാലമായിട്ടും അത് ഒന്നും നടക്കാത്തതിന്റെ നിരാശയിലാണ് ഈ നാട്ടുകാരും ഒപ്പം ദേവസ്വവും. നമ്മോടൊപ്പം ചേരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വേണുവാണ്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു പദ്ധതി നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഞാനിവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്നതിന് വളരെ മുമ്പ് തന്നെ 2019-ലാണ് ഈ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ചാവേർത്തറ എന്ന് പറയുന്നത് ഈ തിരുമാന്താംകുന്ന് വള്ളുവനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമല്ല, മലബാറിൻ്റെ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചാവേർ മാമാങ്കവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാമാങ്കോത്സവത്തിൻ്റെ ഭാഗമായി ഈ അങ്കവാളിൻ്റെ പ്രയാണത്തിന് കഴിഞ്ഞ ദിവസമാണ് അവിടെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഈ ചാവേർത്തറയിലാണ് മാമാങ്കത്തിൻ്റെ ചാവേറുകൾ 41 ദിവസം വ്രതമിരുന്ന് ഈ ക്ഷേത്രത്തിൽ ഭജിച്ച് അൽപ്പാക്കുളത്തിൽ ദേഹശുദ്ധി വരുത്തിയിട്ടാണ് മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നതെന്നാണ്, ചാവേറുകളായിട്ട് പോയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അതാണ് ചരിത്രം. അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ചാവേർത്തറ നവീകരിക്കുന്നതിനും അതിൻ്റെ ചരിത്രത്തെ വരും തലമുറയ്ക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പകർന്നു കൊടുക്കുന്നതിനും ആ ചരിത്ര സംഭവങ്ങളെ ഇവിടെ ആലേഖനം ചെയ്ത് അത് വരുന്ന തലമുറയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് അന്നത്തെ ദേവസ്വം ഭരണാധികാരികൾ സർക്കാരിൻ്റെ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. ആ പദ്ധതി ഏതാണ്ട് 1.5 കോടിയോളം രൂപ വരുന്ന പദ്ധതിയാണ്. ഈ ചാവേർത്തറയുടെ നവീകരണം, അതുമായി ബന്ധപ്പെട്ട ചിത്രണങ്ങൾ, ഇതിലേക്കുള്ള പാതയുടെ നവീകരണം, അതിൻ്റെ സൗന്ദര്യോൽക്കരണം, കമാനങ്ങളുടെ ഗേറ്റിൻ്റെ നിർമ്മാണം, അതുപോലെ ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഈ ഇവിടെ വരുന്ന സഞ്ചാരികളുടെ തീർത്ഥാടകരുടെയൊക്കെ സൗകര്യാർത്ഥമുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഇത്രയുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് അൽപ്പാക്കുളം കൂടി പെടേണ്ടതായിരുന്നു. ഏതായാലും ഈ ഉൾപ്പെട്ട പദ്ധതിയുടെ പ്രവർത്തനം തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് നിൽക്കുകയാണ്. 2019-ന് അല്പകാലം ആണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് 20-ൽ കോവിഡുമായി ബന്ധപ്പെടുത്തി പ്രവൃത്തി നിലയ്ക്കുകയാണ്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും
ഈ പ്രവൃത്തി ഏറ്റെടുത്തുള്ള DTPCയുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നു. വിവിധ സാങ്കേതിക പ്രയാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ കഴിയുന്നത്. പ്രവൃത്തിയുടെ പുനരാരംഭിക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ നിരാശയിലാണ് ഈ പ്രദേശവാസികളും ചരിത്രകുതികളും ഭക്തജനങ്ങളും ഞങ്ങളെല്ലാവരും. ഗവൺമെന്റിൽ നിരന്തരമായി ഇക്കാര്യത്തിൽ ദേവസ്വം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ജനസദസ്സിൽ മങ്കട മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം മന്ത്രിസഭ തന്നെ ഇവിടെ എത്തി ഈ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. 45 ദിവസത്തിനകം അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും പ്ലാനിലുണ്ടായിരുന്നത്? പ്ലാനിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ചാവേർ തറയുടെ മൊത്തത്തിലുള്ളൊരു സൗന്ദര്യവൽക്കരണം, ഒരു മോണിമെന്റ് ആക്കി മാറ്റല്, ബന്ധ ചിത്രങ്ങൾ ആലേഖനം ചെയ്യും, അതിലേക്കുള്ള വഴിയാകുമ്പോൾ 2 ഗോപുരങ്ങൾ. ഇവിടുത്തെ ഗോപുരം ഒരു നല്ലൊരു വിഷയമാണ്. ഇപ്പോഴത്തെ ഗോപുരം കണ്ട് ആ ഗോപുരം സ്ഥലം മാറ്റി നല്ല രീതിയിൽ നവീകരിക്കുന്ന 2 ഗോപുരങ്ങൾ ഇവിടെ വഴിയുന്ന രീതിയിൽ, അതും പിന്നെ കംഫർട്ട് സ്റ്റേഷൻ, വരുന്ന ഭക്തർക്ക് ഒരു കംഫർട്ട് സ്റ്റേഷനും, പിന്നെ ഈ റോഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, 2 സൈഡിലും ആൽമരങ്ങളൊക്കെ, ആൽത്തറയൊക്കെ വളരെ നല്ല രീതിയിൽ സൗന്ദര്യവൽക്കരിക്കൽ, ഇതൊക്കെയാണ് പ്രൊജക്റ്റിൽ പെട്ടത്. മൊത്തത്തിൽ ഈ ഒരു ഏരിയയുടെ മൊത്തം മുഖച്ഛായ മാറ്റുന്നതാണ് ശരിക്കും അതിന്റെ പദ്ധതി. കണ്ടു കഴിഞ്ഞാൽ നമ്മളാകെ അത്രയും വളരെയധികം പ്രതീക്ഷയോട് നല്ല ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒന്നും നാട്ടുകാരുടെ ഒന്നും വളരെ വളരെ മോശമായൊരു അഭിപ്രായം. ഗോപുരത്തിന്റെ ജാക്കിയൊക്കെ വെച്ച് കെട്ടിയത് ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. നമുക്കൊന്നും കാരണം നമ്മളിതിൽ ഒന്നും ചെയ്യാൻ, നമ്മൾ നേരിട്ടല്ല, ദേവസ്വം നേരിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മളല്ല ചെയ്യുന്നത്. ഇത് DTPC ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് കരാറ് കൊടുത്ത് അവരാണ് ചെയ്യുന്നത്. നമ്മൾ യാതൊരു ബന്ധമില്ല. നമ്മൾ അതിന്റെ സ്ഥലം വിട്ടുകൊടുത്തു. നമ്മൾ ദേവസ്വത്തിന്റെ ഒരു ഭാവി നല്ലൊരു പ്രൊജക്ടിന് വേണ്ടി നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ, നമുക്കൊരു വർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തുടങ്ങി പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ കംഫർട്ട് സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ വളരെയധികം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ സംബന്ധിച്ചും വളരെ വളരെ പ്രശ്നമാണ്. ഇതിൽ പ്രായോഗികമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിക്കുക, അല്ലെങ്കിൽ ദേവസ്വത്തെ അനുവദിക്കുക, അല്ലേ? തീർച്ചയായിട്ടും സർക്കാർ തന്നെ അത് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കി തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാത്ത പക്ഷം ഒരിക്കലും സാധിക്കില്ല എന്നൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വത്തിന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അത് അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല. ഏതായാലും ഏറ്റവും അവസാനം ഞാൻ മുഖ്യമന്ത്രിയുടെ ജനസഭയിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര നീക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ്. തീർച്ചയായും നമുക്ക് ഈ ഒരു പാതി പൂർത്തീകരിച്ച തറയിലെ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ചാവേറുകൾ മാമാങ്കത്തിന് ചാവേറുകളായി പുറപ്പെടുന്നവർ ഇവിടെ നിന്നാണ് ഭഗവതിയെ വണങ്ങി പുറപ്പെട്ടിരുന്നത്. അവർക്കൊരു തിരിച്ചുവരവില്ല. അവർ മാമാങ്കത്തിൽ, തിരുനാവായിൽ നടക്കുന്ന മാമാങ്കത്തിൽ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഒരു വൈകാരികമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ ചാവേർ തറയ്ക്കുള്ളത്. സ്വാഭാവികമായിട്ടും വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത്തരത്തിൽ ഒരു ചരിത്ര സ്മാരകമായിട്ട് തന്നെ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, നിർമ്മിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട് ഒന്നാകെയുള്ളത്. അത് ചരിത്രത്തോട് ചെയ്യേണ്ട ഒരു നീതി കൂടിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഗുരുവായൂർ നഗരസഭയിൽ K-സ്മാർട്ട് നടപ്പിലായതോടെ വിവാഹ രജിസ്ട്രേഷൻ വേഗത്തിലായി. ഡേറ്റാ സംവിധാനങ്ങളെല്ലാം ഓൺലൈനിൽ പൂർത്തിയാക്കിയാൽ വരനും വധുവും നഗരസഭയിൽ എത്താതെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനാകും. K-സ്മാർട്ട് വന്നതോടെ 10 മിനിറ്റ് കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്താവുന്ന നഗരസഭയായി ഗുരുവായൂർ മാറി. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ രജിസ്ട്രേഷൻ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിഞ്ഞത് K-സ്മാർട്ട് വന്നതുകൊണ്ടാണ്. ഡോക്യുമെന്റേഷനുകളെല്ലാം റെഡിയായി ഓൺലൈനായി അപേക്ഷ നൽകിയാൽ വെറും 10 മിനിറ്റിനകം നാടിന്റെ ഏത് കോണിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി വരനും വധുവിനും ആപ്ലിക്കേഷനിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ വരനും വധുവും വിവരങ്ങൾ നൽകണം. അപ്പോൾ അവരുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് OTP വരും. ഇത് ലോഡ് ചെയ്ത് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനായി നഗരസഭയിൽ കുടുംബവുമായി വരനും വധുവും വന്നതെന്ന് സമയം ചിലവഴിക്കേണ്ടതില്ല. ഇപ്പോൾ K-സ്മാർട്ട് നടപ്പിലായതിനു ശേഷം ഇതുവരെയുള്ള കണക്ക് നോക്കിയാൽ ഏകദേശം 154 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്ത് തത്സമയം സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭ്യമായിട്ടുണ്ട്. വളരെ അപൂർവം വിവാഹങ്ങളുടെ അപേക്ഷകളിലുള്ള ന്യൂനതകൾ കാരണം അത് ചിലത് മാറ്റിവെച്ചിട്ടൊഴികിയാൽ നേരിട്ട് ഇവിടെ രജിസ്റ്ററുടെ ലോഗിനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായി കല്യാണ മണ്ഡപത്തിന് സമീപം തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. K-സ്മാർട്ട് വന്നതിന് ശേഷം 153 വിവാഹങ്ങൾ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ന്യൂസ് 18 ഗുരുവായൂർ. ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ.
കാസർഗോഡ് അപ്സര സ്കൂളിൽ റിപ്പബ്ലിക് ദിനത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ ഒരുക്കുന്നത്. കാസർഗോഡ് ദേളിയിലെ അപ്സര സ്കൂളിലാണ് റിപ്പബ്ലിക് ദിനത്തിൽ ഒപ്പന കൊണ്ട് ഒരു ഇന്ത്യ ഒരുക്കുന്നത്. ഒപ്പനപ്പാട്ടിന്റെ താളത്തിൽ കൈകൊട്ടി ചുവടുവെച്ച് ഒരു രാജ്യത്തിന്റെ മിനിയേച്ചർ സൃഷ്ടിക്കാനുള്ള കഠിന പരിശീലനത്തിലാണ് ഇവർ. രണ്ടാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള 250ഓളം കുട്ടികളാണ് ഒപ്പനയ്ക്ക് ചുവടുവെക്കുന്നത്. +1 വിദ്യാർത്ഥിനി ഷഹലയാണ് മണവാട്ടിയായി എത്തുന്നത്. ജംബോ ഒപ്പന, മെഗാ ഒപ്പന, ബൃഹത് ഒപ്പന, മാസ് ഒപ്പന എന്നിവയ്ക്ക് ആശയാവിഷ്കാരം നൽകിയ ജുനൈദ് മെട്ടമ്മലാണ് ഈ വേറിട്ട ആശയത്തിന് പിന്നിൽ. തന്റെ കരിയറിലെ ശ്രദ്ധേയമായ മറ്റൊരു ചുവടുവെപ്പിലൂടെ ലോക റെക്കോർഡിൽ ഒരേടുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ജുനൈദ് മെട്ടമ്മൽ. നമുക്ക് എണ്ണത്തിലല്ല, നമുക്കൊരു മിനിയേച്ചറിൽ ചെയ്യാമെന്ന് സൂചിപ്പിച്ചു. അങ്ങനെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു വേൾഡിലെവിടെയും ഒരു ആർട്ട് ഫോമിലൂടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു കലാരൂപം കളിക്കുകയും ആ ചുവട് വെച്ച് ആ പാട്ടിനനുസൃതമായി കളിക്കുകയും ചെയ്തിട്ട് ഒരു രാജ്യത്തിൻ്റെ മിനിയേച്ചർ, ഒരു ഭൂപടം തയ്യാറാക്കുക എന്നുള്ളത്. പ്രാദേശിക കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിലെ ദേശീയബോധമുണർത്തുക തുടങ്ങിയ കാഴ്ചപ്പാടിലാണ് സ്കൂൾ ഇത്തരമൊരു പരിപാടി ഒരുക്കുന്നത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ ബോധം, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അഭിമാനം, അത് പ്രോത്സാഹിപ്പിക്കുക, ആ ഒരു കഴിവ്, ആ ഒരു മെൻറ്റാലിറ്റി കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരിക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ഒപ്പന കൊണ്ട് ഇന്ത്യ ഒരുങ്ങുക. ഒപ്പനയുടെ ചടുലതയും ഒപ്പം ദൃശ്യഭംഗിയും സമന്വയിപ്പിക്കുമ്പോൾ കാഴ്ചക്കാർക്ക് മികച്ച അനുഭവമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 കാസർഗോഡ്. കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലെത്തി. വലിയ ആഘോഷത്തോടെയാണ് ചിത്രത്തെ ആരാധകർ സ്വീകരിച്ചത്. പാലക്കാട് ഇപ്പോൾ ഇടവേള നേരമാണ്. എസ് വിനേഷ് കുമാർ ചേരുന്നു തിയേറ്ററിൽ നിന്ന്. വിനേഷ്, ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്നാണ് പ്രതികരണം? ആദ്യ പകുതി പിന്നിട്ടിരിക്കുന്നു. എന്തായാലും വലിയ ആഘോഷം തന്നെയാണ് പാലക്കാട് നടക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പ്രിയ തിയേറ്ററിലാണ്. ഇവിടെ വലിയ തോതിലുള്ള ആഘോഷം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർവെൽ സമയം സമയമായിട്ടുണ്ട്. ആളുകൾ ചായ കുടിക്കുന്നതിന് പറ്റുമെല്ലാം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. എങ്ങനെയുണ്ട് ആദ്യ പകുതി? പക്ക ലിജോ ജോസ് പല്ലിശ്ശേരി പടം നല്ല രീതിയിൽ തന്നെ സ്ലോ പീസ് മൂവിയാണ്. പക്ക ലിജോ എങ്ങനെയാണോ സിനിമ എടുക്കുക, ലിജോ പസിലി, അതേപോലത്തെ ആ ശൈലിയും എല്ലാം കൃത്യമായിട്ട് അതുപോലെ വന്നിട്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു ഹീറോയിസം ലാലേട്ടൻ സൂപ്പറായിട്ടുണ്ട്. കഥാപാത്രങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായ ഫ്രെയിമുകളാണ്. എല്ലാം അടിപൊളി. ക്യാമറ മേക്കിംഗ് വൈസ് ഒക്കെ പക്ക ലിജോ പടം. ഇന്റർവെൽ വരെ പക്ക ലിജോ പടം. ലിജോ ഓൾറെഡി പറഞ്ഞത് എന്തോ അതുപോലെ തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ വേണം. പകുതി കണ്ടോ? സിനിമ കണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ലാലേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ലാലേട്ടൻ ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടോ? പകുതി മുഴുവൻ കണ്ടിട്ടാണോ പോവുക? എങ്ങനെയുണ്ട് സിനിമ? സിനിമ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ കുഞ്ഞാരാധകൻ വന്നിട്ടുണ്ട്. പുലർച്ചെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് സിനിമ? ആദ്യ പകുതി എങ്ങനെയുണ്ട് സിനിമ? എന്തായാലും നിങ്ങളൊക്കെ ഫാൻസ് ആണ് എങ്കിൽ പോലും ഒരു എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലൊരു പടമാണ്. വിജയിച്ച പടം ആണ്. മോഹൻലാല് നിങ്ങളുടെ ആ ഒരു ആവേശത്തിനൊത്ത് ഉയർന്നു പെർഫോമൻസ്? അഭിനയ മികവ് തന്നെയാണ് ഈ പടത്തില്. കുഴപ്പമില്ല. ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി പടം ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്രാ വൈഡ് ആ ഫ്രെയിമൊക്കെയാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഹാഫ് ഒരു മോഹൻലാൽ എന്നല്ല, ശരിക്കും LJPയുടെ ഒരു പടമാണ്. ഒരു ഡയറക്ടർ എന്താ പറയുക, ഒരു നടനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു പടം ചെയ്യുമ്പോൾ ലിജോ ജോസൊക്കെ ഇതുപോലത്തെ പടങ്ങളിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു ഡയറക്ടറെ നമ്മൾ ആസ്വദിച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം. മലൈക്കോട്ടെ വാലിബൻ ആദ്യ പകുതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പക്ക ലിജോ പടം. ലാലേട്ടന് അടിഞ്ഞാട്ടാണ്. പക്ക പടം. ഓരോ ഷോട്ടും കറക്റ്റായിട്ട് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ക ലാലേട്ടൻ.
സൂപ്പറായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നന്നായി ഇരിക്കുന്നുണ്ട്. ലിജോ പെലിശ്ശേരി ലാലേട്ടന്റെ കൂട്ടുകെട്ട് സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട്. ലാലേട്ടൻ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഫാൻസ് എല്ലാം വലിയ ആവേശത്തിലാണ്. പൂർണ്ണമായും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ എന്ന് തന്നെയുള്ളതാണ് ആദ്യ പകുതിയെക്കുറിച്ചുള്ള ഈ ആളുകളുടെ അഭിപ്രായം. എന്തായാലും ഫാൻസിന് വേണ്ടിയുള്ള പ്രത്യേക ഷോ 6:30 ആരംഭിച്ചത്. ഇപ്പോൾ ഇന്റർവെല്ലിന് വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആളുകൾ. എന്തായാലും ഇനിയുള്ളത് മാസ് സിനിമകൾ, മോഹൻലാലിന്റെ ശരിക്കുമുള്ള ഹീറോയിസം ഇനിയാണ് കാണാനിരിക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എന്തായാലും ആരാധകർ. മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വിനേഷ്, നമ്മളെ ഫാൻ ഷോയാണ് ഇപ്പോൾ രാവിലെ 6:30 തുടങ്ങിയത്. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഒരു മോഹൻലാൽ അടിച്ചു പൊളിച്ചു അടിപൊളി സിനിമ എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ സംവിധായകന്റെ സിനിമയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ് മോഹൻലാൽ ഫാൻസ്. അശ്വതി അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം ഈ സിനിമ മോഹൻലാലിന്റെ ഒരു മാസ് ഹീറോയിസം ഒന്നുമല്ല, മറിച്ച് സിനിമ ലിജോയുടെ സിനിമ സാധാരണ പോകുന്ന പോലെ തന്നെ മനോഹരമായ ഫ്രെയിമുകൾ, അത്രയും ഷോട്ട്സുകൾ, എഡിറ്റിംഗ് രീതി, എന്തായാലും മധു നീലകണ്ഠന്റെ മനോഹരമായ ക്യാമറ വർക്ക്, ഇങ്ങനെ ഇതെല്ലാം ഒത്തുചേർന്ന ഒരു സിനിമയാണ്. നമുക്കറിയാം ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇതിന്റെ പ്രൊമോഷൻ വീഡിയോകളിലെല്ലാം തന്നെ മോഹൻലാലും ലിജോ എല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു അമർ ചിത്രകഥ നമ്മൾ വായിക്കുന്ന ഒരു ആവേശത്തോടു കൂടിയേ ഈ സിനിമ കാണാൻ കഴിയുകയുള്ളൂ, അങ്ങനെ ഒരു സിനിമയാണ് എടുത്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും ആ ഒരു പ്രതീക്ഷയുണ്ട്. നമുക്കറിയാം, കാരണം മോഹൻലാൽ ഈ ഹിന്ദിക്ക് വേണ്ടി അനുരാഗ് കശ്യപ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സിനിമ കണ്ടപ്പോൾ ഇതൊരു മലയാളത്തിലൊരു മികച്ച സിനിമയായിരിക്കും, ഇതുവരെയും കാണാത്ത ഒരു ട്രീറ്റ്മെന്റ് രീതിയാണെന്ന് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതിൽ നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സിനിമകളെല്ലാം തന്നെ ഈ രീതിയിൽ വളരെ മനോഹരമായി തന്നെ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ ഹീറോയിസത്തിനൊപ്പം തന്നെ മികച്ച ഒരു ഡയറക്ടറുടെ സിനിമ മാത്രമാണ് ഇത് എന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ആദ്യ പകുതി മാത്രമാണ് പിന്നിട്ടിരിക്കുന്നത്. ഇനിയുള്ള പകുതിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശരി, എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇടവേള കഴിഞ്ഞപ്പോൾ പ്രേക്ഷകരകത്തേക്ക് കയറുകയാണ്. രണ്ടാമത്തെ ഹാഫ് നന്നായിരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോടെ കയറുകയാണ്. വിനേഷ് കുമാറാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നുള്ളത്. ഒന്ന്, നമുക്ക് കിട്ടിയ അഭിപ്രായം അനുസരിച്ച് ഒരു ലോ പേസ് സിനിമയാണ് എന്നുള്ളത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വരാം. ഇനി സ്പോർട്സ്. ബോക്സിംഗ് ഇതിഹാസം മേരി കോം വിരമിച്ചു. 40 വയസ്സിന് മുകളിലുള്ള താരങ്ങൾക്ക് രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന് കീഴിലെ എലീറ്റ് ലെവൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് വിരമിക്കാൻ തീരുമാനിച്ചതെന്ന് 41-കാരിയായ മേരി കോം പറഞ്ഞു. ജീവിതത്തിൽ എല്ലാം നേടിയതായും മേരി കോം പ്രതികരിച്ചു. 6 തവണ ലോക ചാമ്പ്യനും ഒളിമ്പിക് മെഡൽ ജേതാവുമാണ് മേരി കോം. വനിതാ ബോക്സിംഗിൽ ആദ്യ ഒളിമ്പിക് മെഡൽ ഇന്ത്യ സ്വന്തമാക്കിയത് മേരി കോമിലൂടെയായിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിലായിരുന്നു മേരി കോമിന്റെ വെങ്കല മെഡൽ നേട്ടം. എന്തായാലും ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ നിയമസഭയിലേക്കാണ് ഇനി നമ്മൾ എല്ലാ കണ്ണുകളുമുള്ളത്. 8:30 തന്നെ പ്രേക്ഷകരിലേക്ക് അതിന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും എത്തിക്കാം. പ്രഭാത കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ വിവരങ്ങളുമായി